അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 119. അപ്പുവിന്റെ മിഴിച്ചുള്ള നോട്ടം കണ്ട് പൊന്നു അവനെ കുറുമ്പോടെ നോക്കി. ഇങ്ങനെ നോക്കാതെ എൻ്റെ അപ്പേട്ട, പൊന്നൂട്ടിന് നാണം വരുന്നു. അവള് വിരൽ കടിച്ചു. അയ്യേ എടി നാഗവല്ലി, നീ ഒന്ന് മാറി അവിടുന്ന്, ഞാൻ ഈ ഷീറ്റൊന്ന് ഉടുത്തോട്ടെ, അവൻ ദയനീയമായി പറഞ്ഞു. പൊന്നു ഇല്ലാന്ന് തലയാട്ടി. അപ്പു അവളെ തുറച്ചു നോക്കി. അങ്ങനെ ഇപ്പൊ അതൊന്നും ഉടുക്കണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോ അതൊക്കെ കൊടുത്തിട്ട് എന്തിനാ, എല്ലാം ഞാൻ കണ്ടില്ലേ, അവള് ചിരിയോടെ പറഞ്ഞതും അപ്പു അവളെ നോക്കി കണ്ണുരുട്ടി. ഇങ്ങനെ നോക്കാതെ മനുഷ്യ, പിന്നെ ഞാനിതൊക്കെ കണ്ടുന്ന് കരുതി ചമ്മൊന്നും വേണ്ടാട്ടോ, എന്നായാലും ഞാൻ കാണേണ്ടതന്നെയല്ലേ, അത് കുറച്ച് നേരത്തെ ആയിന്ന് കരുതിയാ മതി. അവൾ അവന്റെ കവിളിൽ ഒരു കുത്തുവെച്ചു കൊടുത്തു. ഹൂ, ഈ പണ്ടാരം ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ, നിനക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് പോയിത്താ. ആദ്യം ദേഷ്യത്തോടെ പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും അവസാനമായപ്പോഴേക്കും അവന്റെ സ്വരം ദയനീയമായിരുന്നു. പൊന്നു പെട്ടെന്ന് അവനീന്ന് അകന്നു മാറി. അപ്പു എങ്ങനെയൊക്കെയോ ഷീറ്റ് കൂട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് അത് മുറുക്കിയെടുത്തു. അതെ, ഞാൻ പറഞ്ഞതിനുള്ള മറുപടി. എന്തു മറുപടി? അപ്പു പുരികമുയർത്തി. എന്തു മറുപടിന്നോ? ഉള്ള മലയാള സിനിമ മൊത്തം കണ്ട് അതിലൊരു ഡയലോഗ് വെച്ച് കാച്ചിയിട്ട് നിങ്ങൾ ഇഷ്ടാണെന്ന് പറഞ്ഞ ഞാൻ മണ്ടി. അവള് മുഖം വീർപ്പിച്ചു. ആ, മണ്ടിയാണെന്ന ബോധം സ്വയം ഉണ്ടല്ലോ, അത് മതി. അപ്പു ചുണ്ടുകൊട്ടി. ആഹാ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിടില്ല ഞാൻ. എന്നെ നിങ്ങൾ ഇഷ്ടാണെന്ന് പറയുന്നത് വരെയും നിങ്ങളെ ഞാൻ വിടില്ല, പൊന്നു ഉറപ്പിച്ചു പറഞ്ഞു. ആ, നീ വിടണ്ട, അവിടെ നിന്നോ. അല്ല പിന്നെ, ഏതായാലും നിന്നെപ്പോലെ ഒരുത്തിയെ ഞാൻ ഈ ജന്മം കൂടെ കൂട്ടുന്നു കരുതണ്ട, എന്റെ പട്ടിക്ക് പോലും വേണ്ട നിന്നെ, അപ്പു പുച്ഛത്തോടെ പറഞ്ഞു. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാതെ എൻ്റെ അപ്പേട്ടാ, നിങ്ങളുടെ പട്ടിക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പട്ടി തന്നെ എന്നെ കെട്ടും, ചൈതന്യ പറയുന്നേ. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. ആ കണ്ണുകളിലെ ഉറപ്പിൽ അപ്പു പതറിപ്പോയി. അവൾ അവന്റെ കണ്ണീന്ന് നോട്ടം മാറ്റി. ആ പിന്നെ, എന്നെപ്പറ്റി അപ്പേട്ടന് എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് മനസ്സിലായി. എനിക്ക് നിന്നെക്കുറിച്ച് ശരിയായ ധാരണ മാത്രമുള്ളത്, അപ്പു അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവളുടെ കണ്ണു നിറഞ്ഞു. അപ്പേട്ടൻ അറിയോ എന്റെ ജ്വാല എങ്ങനെ ഇത്ര പെട്ടെന്ന് നിങ്ങളോടൊക്കെ അടുത്തേന്ന്, അവള് ചോദിച്ചു. അവൾക്ക് ഞങ്ങൾ സ്നേഹം കൊടുക്കുന്നോണ്ട്. അപ്പുവിന് സംശയമൊന്നുമില്ലായിരുന്നു. അതെ, സ്നേഹം കൊടുക്കുന്നോണ്ട്. അതാ അപ്പേട്ട ജ്വാല. സ്നേഹം ഒരിത്തിരി കിട്ടിയാൽ മതി, അവൾ അവരെ വല്ലാതെ വിശ്വസിച്ചു പോവും. അതുപോലൊരു വിശ്വാസമായിരുന്നു അവൾക്ക് എന്നോടും എൻ്റെ ഏട്ടനോടും ഉണ്ടായിരുന്നേ. പക്ഷെ ഏട്ടന്റെ തനി സ്വഭാവം മനസ്സിലാക്കാൻ അവൾ വൈകിപ്പോയിന്ന് മാത്രം. പൊന്നു പറഞ്ഞതും അപ്പു ഇവളിതെന്താണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവളെ നോക്കി. അവൾ പതിയെ ഡോറിന്റെ അടുത്തേക്ക് നടന്നു. ചൈതന്യ, എനിക്ക് താൻ പറഞ്ഞത് വ്യക്തമായില്ല, അപ്പു പറഞ്ഞു. അവൾ അവനെ തിരിഞ്ഞൊന്നു നോക്കി. അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനിൽ അസ്വസ്ഥത നിറച്ചു. പൊന്നു അവനെ നോക്കി പുഞ്ചിരിച്ചു. ആർക്കും മനസ്സിലാവില്ല ചൈതന്യെ, പക്ഷെ അവൾക്കറിയാ എൻ്റെ ജ്വാലയ്ക്ക്. അവൾക്ക് അറിയൂ എന്നെ. സ്വന്തം ഏട്ടനെയും കുടുംബത്തെ എതിർത്ത് ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടിയായിരുന്നു. നിങ്ങളിതൊന്നും വിശ്വസിക്കുന്ന ഞാൻ കരുതുന്നില്ല, വിശ്വസിപ്പിക്കാൻ മുതിരുന്നുമില്ല. പക്ഷെ ജ്വാലയോടൊന്ന് ചോദിച്ചു നോക്കൂ നേരെ. എൻ്റെ ഏട്ടനെ അവൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്കറിയായിരുന്നു. പക്ഷെ അയാൾക്ക് അവളുടെ ശരീരത്തോട് മോഹം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും അവൾ എന്നോടൊന്ന് പറയാറുണ്ട്, കിച്ചേട്ടൻ എൻ്റെ ശരീരത്തിൽ തൊടാൻ ശ്രമിക്കുന്നു എന്ന്. അപ്പോഴെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാറുണ്ട് ഞാൻ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നോ പറയണമെന്ന്. അവൾ ഏട്ടനോട് പലപ്പോഴും തെറ്റിയതും ഈ ഒരു കാര്യത്തിന്റെ പേരിലായിരുന്നു. പൊന്നു പുഞ്ചിരിയോടെയാണ് അത്രയും പറഞ്ഞത്. അപ്പു അവളെ കണ്ണിമച്ചിമാതെ നോക്കി. ഇതൊന്നും അപ്പേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ എന്തോ ഞാൻ എൻ്റെ ജോലിയോട് കാണിക്കുന്ന സ്നേഹം അഭിനയാണെന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്നു. അവളുടെ സ്വരമിടറി. അപ്പു അവളോടെന്തോ പറയാൻ ശ്രമിച്ചു. അവൾ അവനെ കൈകൾ ഉയർത്തിക്കൊണ്ട് തടഞ്ഞു. വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവും അപ്പേട്ടനെ. ചരണൻ എൻ്റെ ഏട്ടനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായി. പക്ഷെ അതേ രക്താണെങ്കിലും എനിക്ക് എൻ്റെ ജ്വാലയെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവളില്ലാതെ അവിടെ ഞാൻ ആകെ തനിച്ചായിപ്പോ. അഗ്നിയേട്ടൻ പോലും എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് ഒരുപക്ഷെ എന്നെ മനസ്സിലാക്കിയതുകൊണ്ടാവും, അവൾ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞു നോക്കി. അപ്പുവിൻ്റെ മുഖം മങ്ങി. അവൻ അവളെ സങ്കടത്തോടെ നോക്കി. അവള് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് വന്നു. അപ്പു അവളെ ഉറ്റുനോക്കി. ഈ ഞാൻ കുറച്ച് സെൻറ്റി ആയി പോയില്ലേ. ആ സാരല്ല, ജ്വാലയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിപ്പോവും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഞാൻ ആ കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് നിങ്ങളെ വേണം, ഞാൻ നിങ്ങളെ മാത്രമേ വിവാഹം കഴിക്കൂ, അവള് കുറുമ്പോടെ പറഞ്ഞു. അപ്പു മറുപടി പറഞ്ഞില്ല. ആ കുറുമ്പ് പിടിച്ച മുഖത്ത് മാത്രമായിരുന്നു അവന്റെ നോട്ടം മുഴുവൻ. എടോ മനുഷ്യ, ഞാൻ നിങ്ങളുടെ എല്ലാം കണ്ടില്ലേ, അതുകൊണ്ട് എനിക്കിനി മറ്റൊരാണിനെ എൻ്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല. ഭാര്യയുടെ സ്ഥാനത്ത് നിങ്ങളും വേറെ ആരും കാണണ്ട. അതിന് അപ്പേട്ടന് ഈ പൊന്നൂട്ടിനില്ലേ. അവൾ അവന്റെ നെഞ്ചിൽ കുറുമ്പോടെ ഒന്ന് കുത്തി. അപ്പു അവളെ ചുണ്ടുകൂർപ്പിച്ചു നോക്കി. അപ്പേട്ടാ, പിന്നെ കൊള്ളാട്ടോ, ആ കുഞ്ഞു മറുക് കാണാൻ നല്ല രസമുണ്ട്, അവള് നാണത്തോടെ പറഞ്ഞു. അപ്പു അവളെ സംശയത്തോടെ നോക്കി. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി.
അത് കണ്ട് പൊന്നു ചിരിച്ചുപോയി. ചമ്മണ്ടടാ കുട്ടാ, ഞാനല്ലേ കണ്ടുള്ളൂ. പക്ഷെ അവിടെയൊക്കെ മറുകുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും കൊള്ളാം. അവൾ അവനെ കളിയാക്കി. നീ ഒന്ന് പോയേ. അവളുടെ സംസാരം കേട്ട് അവൻ പതർച്ചയോടെ പറഞ്ഞു. പൊന്നു തലയാട്ടി. ശരി, ഇപ്പൊ ഞാൻ പോയേക്കാ. പക്ഷേ ഉടനെ മടങ്ങി വരും. 2 മാസം കൂടി കഴിഞ്ഞാ പിന്നെ വെക്കേഷനാ. ഞാൻ ഇങ്ങോട്ടന്നെ വരും, കാത്തിരുന്നോ. അവൾ അവന്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പു അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ഇവിടെ നടന്നതൊന്നും ഞാൻ ആരോടും പറയില്ലാട്ടോ. അപ്പേട്ടന് അതോർത്ത് ടെൻഷൻ ആവണ്ട. അല്ലെങ്കിൽ ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ കൊള്ളാവോ? അവൾ കുറുമ്പോടെ ചോദിച്ചു. അപ്പു അവളെ നോക്കി പല്ല് കടിച്ചു. പല്ലൊക്കെ കടിച്ചു പൊട്ടിക്കാത്ത മനുഷ്യ, ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാ. ദേഷ്യം വരുമ്പോ ഞാൻ തന്നെ അടിച്ചു കൊഴിച്ചിട്ടോളാം. അപ്പൊ പൊന്നോട്ടും പോവാട്ടോ അപ്പേട്ട. അവള് ഡോറ് തുറന്ന് ചിരിയോടെ പറഞ്ഞു. ഓ, വലിയ ഉപകാരം. അവൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങോട്ട് വാ. അവൾ അവനെ അടുത്തേക്ക് വിളിച്ചു. അപ്പു ഒരു നിമിഷമൊന്ന് ആലോചിച്ച് അവൾക്ക് അടുത്തേക്ക് പോയി. അവള് പെട്ടെന്ന് അവന്റെ ഷോൾഡറിൽ കൈയമർത്തി ഉയർന്ന് അവന്റെ കവിളിൽ അമർത്തി കടിച്ചു. അപ്പു വിറച്ചുകൊണ്ട് വേദനയോടെ ശബ്ദമുണ്ടാക്കിപ്പോയി. അവള് പതിയെ അവിടെ നിന്ന് പല്ലകത്തി മാറ്റി അവിടെ അമർത്തി ചുംബിച്ചു. അപ്പു വിറച്ചുപോയി. അവൾ അവനീന്ന് അകന്നു മാറി. പൊന്നു അവനെ നോക്കി കണ്ണിറുക്കി. എന്നെ മറക്കാതിരിക്കാനാ. അല്ലെങ്കിലും ഈ ജന്മം ആരെ മറന്നാലും നിങ്ങൾ എന്നെ മറക്കില്ലാന്ന് എനിക്കറിയാ. അതുപോലെ ആയിരുന്നില്ലേ ഇന്നത്തെ കൂടിക്കാഴ്ച? പക്ഷേ ഇതെന്റെ ഒരു സന്തോഷത്തിന്, അവൾ ആർദ്രമായി പറഞ്ഞു. അപ്പു അവളുടെ മുഖത്തേക്ക് തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി. അപ്പോ ഉടനെ കാണാട്ടോ. വേഗം ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ട് വാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും. അതും പറഞ്ഞ് അവനെ ഒരിക്കൽ കൂടി നോക്കി അവള് താഴേക്ക് പോയി. അവള് പോകുന്നത് നോക്കിക്കൊണ്ട് അപ്പു അവള് കടിച്ച് അവന്റെ കവിളിൽ തൊട്ടു നോക്കി. അറിയാതെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. നാഗവല്ലി, അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഡോറടച്ചു. വാർഡ്രോബ് തുറന്ന ഡ്രസ്സ് എടുത്ത് ബെഡിൽ വെച്ചുകൊണ്ട് അവൻ മിററിലേക്കൊന്ന് നോക്കി. അവന്റെ കോലം കണ്ട് അവന് തന്നെ ചിരി വന്നു പോയി. അവൻ അവന്റെ താടിയിൽ വിരൽ കടത്തി ഒന്ന് ഒഴിഞ്ഞു. പെണ്ണ് കാണുന്നത് പോലെയല്ല, അതിനേക്കാൾ കുറുമ്പിയാ. ഇവളോടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് പാടാ. അവൻ ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും വല്ല കുലുക്കമുണ്ടോ നോക്കിയ കുരുപ്പിന്? അപ്പു ചിരിച്ചുപോയി. എന്നാലും എൻ്റെ അപ്പു, നിന്റെ മാനം പോയില്ലേടാ. മറുക് വരെ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്കാൻ ചെയ്തു കാണുക ആ പന്നി നിന്നെ? അവനൊന്ന് നിശ്വസിച്ചു. ആ, സാരല്ല. സംസാരം കേട്ടിട്ട് കുറച്ച് കുറുമ്പുണ്ടെന്നേ ഉള്ളൂ. ജ്വാല പറഞ്ഞതുപോലെ പാവാണെന്ന് തോന്നുന്നു. അപ്പു അവന്റെ മീശയൊന്ന് പിരിച്ചു വെച്ചു. നോക്കാ എവിടെ വരെ പോവൂന്ന്. അത് പറയുമ്പോൾ അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. പൊന്നു റൂമിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിയോടെ സ്റ്റെയർ ഇറങ്ങി വരികയാണ്. എന്നാൽ ഹാളിലെത്തിയതും തന്നെ നോക്കി ഗൗരവത്തോടെ നിൽക്കുന്ന അഗ്നിയെ കണ്ട് അവള് ഞെട്ടി. അവനൊപ്പം തന്നെ ജ്വാലയും മോഹനും, എന്തിന് അപ്പൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പൊന്നു എല്ലാരെയും നോക്കി വളിച്ചൊരു ചിരി ചിരിച്ചു. നീ എവിടെയായിരുന്നു പൊന്നു ഇത്രയും നേരം? ജ്വാല അവളോട് ചോദിച്ചു. ഞാൻ മുകളിലുണ്ടായിരുന്നല്ലോ. അവളുടെ ചോദ്യത്തിലൊന്ന് പതറിയെങ്കിലും അവള് പറഞ്ഞു. കുഞ്ഞൻ നിന്നെ മുകളിലൊക്കെ വന്ന് നോക്കിയതാണല്ലോ. കണ്ടില്ല എന്നാണല്ലോ പറഞ്ഞ്. ഇവിടെ എല്ലാരും നിന്നെ തെരഞ്ഞു നടക്കുകയായിരുന്നു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു. അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ അപ്പേട്ടനോട് സംസാരിക്കാൻ പോയതാ. അവള് പറഞ്ഞു. അതിന് അരവേട്ടനോട് ഞാൻ ചോദിച്ചപ്പോ നീ അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ല എന്നാണല്ലോ അരവേട്ടൻ പറഞ്ഞ്. ജ്വാല അവളെ പുരുകം ചുളിച്ചു നോക്കി. അത് ജ്വാല. ആ, അപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു, പിന്നെ പോയേ. അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. മോഹനും ചിത്രയെ അവളെ സംശയത്തോടെ നോക്കുന്നുണ്ട്. അവളുടെ മുഖം ആകെ ചുവന്നതുപോലെ. ഇനി അപ്പൂങ്ങാൻ ഇവളെ അടിച്ചു കാണോ? ചിത്രയ്ക്ക് ആദ്യായി. ഏയ്, അവൻ അങ്ങനെ അടിക്കൊന്നുമില്ല. പക്ഷെ പൊന്നു അവന് വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ചിത്ര ടെൻഷനോടെ ആലോചിക്കുകയാണ്. അംബിക പക്ഷെ പൊന്നുവിനെ ആകെ മൊത്തം നോക്കുകയാണ്. ഇവിടുന്ന് പോയപ്പോൾ ഉള്ളതുപോലെയല്ല, എന്തൊക്കെയൊരു മാറ്റം ഉണ്ട് മുഖത്ത്. ഇവളുടെ തലമുടിയൊക്കെ എങ്ങനെ അലങ്കോലായേ? അംബിക അവളെ സൂക്ഷിച്ചു നോക്കി. അതേ സംശയം തന്നെയായിരുന്നു സൗബിയിലും അരുന്ധതിയിലും. സൗബിക്കാണെങ്കിൽ അവൾ ഇത്രയും നേരം അപ്പുവിന്റെ അടുത്തായിരുന്നു എന്ന് തന്നെ സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എന്നെ തടഞ്ഞൂലോ ആരവേട്ടന്റെ റൂമിലേക്ക് പോവണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ ഇവളെ തടയാതിരുന്ന അഗ്നിയേട്ടൻ? സൗബി അഗ്നിയെ തുറച്ചു നോക്കി ദേഷ്യത്തോടെ മനസ്സിൽ പറഞ്ഞു. പൊന്നു, എന്നിട്ട് അപ്പുവിനോട് സംസാരിച്ചോ നീ? അഗ്നിയാണ് അത് ചോദിച്ചത്. സംസാരിച്ചു. നിങ്ങൾ തമ്മിൽ വഴക്കായോ? ജ്വാലയ്ക്ക് അതാണ് അറിയേണ്ടത്. ഏയ്, എന്തിന്? അപ്പേട്ടൻ നീ പറയാറുള്ളത് പോലെ ഒരു പാവം തന്നെയാ. താൻ അവനെ അങ്ങനെ ഒരു കോലത്തിൽ കണ്ടപ്പോ ദയനീയമായി തന്നെ നോക്കിയ അപ്പുവിന്റെ മുഖം ഓർത്തുകൊണ്ട് പൊന്നു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോ ചിത്രയ്ക്കും ഒരു ആശ്വാസം തോന്നി. പക്ഷെ അഗ്നി അപ്പോഴും അവളെ വെറുതെ നോക്കിയതേ ഉള്ളൂ. അവന്റെ നോട്ടം കണ്ട് പൊന്നു ഒന്ന് പതറിയെങ്കിലും അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ആ, അത് പോട്ടെ, മോള് കൂടി വന്നല്ലോ. ചിത്തു, താൻ കഴിക്കാൻ എടുക്കടോ. മോഹൻ ചിത്രയോട് പറഞ്ഞു. ആ, അത് ശരിയാണല്ലോ. മോളെ ജ്വാല, മോള് കൂടി ഒന്ന് വന്നേടാ. നമുക്ക് എല്ലായിടത്തും ഒന്ന് ടേബിളിലേക്ക് വെക്കാം. ചിത്ര ജ്വാലയോട് പറഞ്ഞു. ജ്വാലയ്ക്കാണെങ്കിൽ സന്തോഷം.
അങ്ങനെയെങ്കിലും തന്നോട് അമ്മ ഒരു പണി പറഞ്ഞല്ലോ എന്നായിരുന്നു അവളുടെ മനസ്സിലപ്പോ. അവൾ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് കിച്ചണിലേക്ക് നടന്നു. പിറകെ തന്നെ ചിത്രയും മോഹനും. എല്ലാവരും കൈ കഴുകാൻ പോകുന്നത് കണ്ടതും ഇപ്പോഴും തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് പൊന്നുവും പെട്ടെന്ന് മുന്നോട്ട് നടന്നു. നിന്റെ ചുണ്ടെങ്ങനെയാ വീങ്ങിയേ? അഗ്നി പെട്ടെന്ന് ചോദിച്ചു. പൊന്നു ഞെട്ടിപ്പോയി. അതേ ഞെട്ടലോടെ അവൾ അവനെ തിരിഞ്ഞു നോക്കി. അഗ്നി അവളെ നോക്കി പുരികമുയർത്തി. എന്തേ, മറുപടിയില്ലേ? നിന്റെ ചുണ്ട് വീങ്ങിയിട്ടുണ്ടല്ലോ, പൊട്ടിയിട്ടുമുണ്ട്. എങ്ങനെയാ? അഗ്നി അവളെ കണ്ണു ചുരുക്കി നോക്കി. അവൾ പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ തൊട്ടു നോക്കി. അത് അത് അഗ്നിയേട്ടാ, അത് പിന്നെ ഞാൻ അല്ല അപ്പേട്ടൻ. ഉയ്യോ, അപ്പേട്ടനല്ല, ഞാൻ ശ്രദ്ധിക്കാതെ ചുമരിൽ പോയി ഇടിച്ചതാ. അവൾ വിക്കിക്കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. പക്ഷേ അവളുടെ വെപ്രാളത്തിൽ നിന്നും അവളുടെ വായിൽ നിന്നും വന്ന അപ്പുവിന്റെ പേരിൽ നിന്നും അഗ്നിക്ക് തന്റെ ഊഹം ശരിയാണെന്ന് മനസ്സിലായി. അവന് അവളുടെ വിളറിയുള്ള നോട്ടം കണ്ട് ചിരി വന്നെങ്കിലും അവൻ അവളെ കപടഗൗരവത്തോടെ നോക്കി. വല്ലാതെ ചുമരിൽ പോയി ഇടിക്കല്ലേ മോളെ, പിന്നെ ഈയൊരു വീക്കത്തിൽ നിന്നൊന്നു വരില്ല. അവൻ അവളോട് കുറുമ്പോടെ പറഞ്ഞു. പൊന്നുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്റെ കൃഷ്ണ, അഗ്നിയേട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തോ ആക്കി പറയുന്ന പോലെ. അവളെ പേടിയോടെ ഉമിനീർ വിഴുങ്ങി. അത് കണ്ട് അഗ്നിയൊന്ന് ചിരിച്ചു. പൊന്നു അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ചുണ്ട് പിളരുകയാണ് ചെയ്തത്. അതുകൂടെ ആയതും അഗ്നി ശരിക്കും ചിരിച്ചുപോയി. അഗ്നിയേട്ടാ, എന്തിനാ ചിരിക്കണേ? പൊന്നു ചിണുങ്ങിക്കൊണ്ട് അവന്റെ മുന്നിലായി വന്നു നിന്നു. അവൻ അവളെ ഒരു കയ്യാലെ തന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞൻ നേരത്തെ നിന്നെ അന്വേഷിച്ച് അപ്പുവിന്റെ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ നീ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിന്റെ വെപ്രാളത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ കള്ളം പറഞ്ഞേ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. അത് ഞാൻ അഗ്നിയേട്ടാ. അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി. വേണ്ട, പറയണ്ട. പക്ഷെ നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതിരിക്കാനും മാത്രം വിഡ്ഢിയല്ല ഞാൻ. നിന്നെ നേരാവണ്ണൊന്ന് സൂക്ഷിച്ചു നോക്കിയാ ആർക്കും മനസ്സിലാവും നിന്നെ. അവർക്കൊക്കെ നിന്നെ വിശ്വാസമായതുകൊണ്ടാ നിന്നെ ഇത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാഞ്ഞ്. പക്ഷെ എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരല്ലോ, അവൻ കുറുമ്പോടെ പറഞ്ഞു. അഗ്നിയേട്ടാ, പൊന്നു മുഖം വീർപ്പിച്ചു. അവൻ ചിരിയോടെ അവളുടെ തലയിൽ ഒന്നുകൊട്ടി. എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതെന്തായാലും പറയാൻ പറ്റുന്ന കാര്യമില്ലാന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. അവൻ പറഞ്ഞതും പൊന്നു തലതാഴ്ത്തി കളഞ്ഞു. അഗ്നി അവളെ ചിരിയോടെ നോക്കി. അഗ്നിയേട്ടൻ എന്നോട് തമാശയ്ക്ക് പറഞ്ഞിട്ടില്ലേ അപ്പേട്ടനെ ചാക്കിലാക്കി ഇവിടത്തെ മരുമകളായിട്ട് വരാൻ? ആ, അതിനെന്താ? അഗ്നിക്ക് മനസ്സിലായില്ല. അല്ല, അത് ഞാൻ അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തു. എനിക്ക് അപ്പേട്ടനെ മതി. ഞാൻ അങ്ങനെ തന്നെ കെട്ടുന്നതിനെ പറ്റി എന്താ അഗ്നിയേട്ടന്റെ അഭിപ്രായം? അവൾ കുറുമ്പോടെ ചോദിച്ചു. ആഹാ, തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞോ? എന്തായാലും നല്ല അഭിപ്രായം തന്നെ. നിന്നെപ്പോലെ ഒരുത്തി തന്നെയാ അവന് ചേരുന്നേ. അവൻ അവളുടെ കവിളിൽ പതിയൊന്ന് തട്ടി. അതാണ് എൻ്റെ അഗ്നിയേട്ടൻ. അപ്പോ നിങ്ങളുടെ അപ്പൂന്റെ ഭാര്യ സെറ്റ്. ഇനി വേറെ ആരെയും അന്വേഷിച്ചു പോണ്ടാട്ടോ. ഞാനുണ്ട്. അപ്പേട്ടനും എന്നെ ഇഷ്ടാവും വൈകാതെ. അവള് കള്ളച്ചിരിയോടെ പറഞ്ഞതും അഗ്നി ചിരിയോടെ തലയാട്ടിയതേയുള്ളൂ. ഓക്കെ, അവന് സമ്മതാണെങ്കിൽ പിന്നെ ആർക്കാ എതിർപ്പ്? ജ്വാലയ്ക്ക് 100 വട്ടം സമ്മതായിരിക്കും, അഗ്നി പറഞ്ഞു. അതാണ്. അപ്പൊ എന്നെ വിട്, മോള് പോയി എൻ്റെ അമ്മായിയമ്മ ഒന്ന് ചാക്കിലാക്കിയിട്ട് വരാം. അതും പറഞ്ഞ് അവൾ ചിരിയോടെ കിച്ചണിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് അഗ്നി ഒന്ന് ചിരിച്ചു. അപ്പൊ അവിടെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. ആ, കണ്ടുപിടിക്ക. അപ്പോ ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നോട്ടെ, അഗ്നി മനസ്സിൽ പറഞ്ഞു. എന്നാൽ അവൻ എന്തിനാവും ഇവളെ പിടിച്ച് കിസ്സടിച്ച്? ഇവളെ ഇഷ്ടല്ലെന്ന് പറഞ്ഞ് നടന്നവനാണല്ലോ, അഗ്നി ആലോചനയോടെ പറഞ്ഞു. എന്തായാലും അവൻ അവളെ കിസ് ചെയ്തിട്ടുണ്ട്. അതവളെ കണ്ടാൽ തന്നെ അറിയാം. എന്നിട്ട് ചുമരിലിടിച്ചു പോലും. ഈ പെണ്ണിനെയൊക്കെ ഞാൻ എന്താ വേണ്ടേ? അഗ്നി ചിരിയോടെ ഓർത്തുപോയി. അപ്പു പൊന്നൂനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ അവൻ തന്നെ സ്നേഹിച്ചോളൂ അവളെ, അഗ്നി മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞു. തുടരും.